കോതമംഗലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനക്കൂട്ടം. കോട്ടപ്പടി കൂവക്കണ്ടത്താണ് സംഭവമുണ്ടായത്. കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനകളെ ഓടിക്കുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. സെഫിനിസ അലിയറാണ് വിവരങ്ങളുമായി ചേരുന്നത്. സെഫിനിസ, പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഈ കുട്ടിയാന കൂടി ഉള്ളതുകൊണ്ടായിരിക്കുമല്ലേ ആ ആനക്കൂട്ടം അത്രയും ഒരു ആക്രമണോത്സുകത കാണിക്കുന്നത്? തീർച്ചയായും ലക്ഷ്മി ഉദ്മ അതായിരിക്കും ഈ ആനകളെ പ്രകോപിപ്പിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ കാട്ടാനക്കൂട്ടം ഈ കൃഷിയിടത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശബ്ദമുണ്ടാക്കി ആനകളെ ഈ കൃഷിയിടത്തിൽ നിന്ന് വനത്തിനകത്തേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് അതിലൊരു ആന ഇവർക്ക് നേരെ പാഞ്ഞെടുത്തത്. ഇവർ ആദ്യം പിന്നോട്ട് മാറിയെങ്കിലും പിന്നീട് വീണ്ടും ശബ്ദമുണ്ടാക്കി ആനകളെ അവിടെ നിന്ന് തുരത്തുകയായിരുന്നു. 5 ആനകളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊന്ന് കുട്ടിയാനയാണ്. ഈ പ്രദേശത്ത് സ്ഥിരമായി ഈ കാട്ടാനകൾ വന്ന് കൃഷിയിടങ്ങളിൽ എത്തി ഈ കാർഷിക വിളകളെല്ലാം നശിപ്പിക്കുന്നുവെന്ന് നാട്ടുകാരുടെ പരാതിയുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഈ പ്രദേശത്ത് ആന വന്നിരുന്നു. ഒരു കാട്ടാന, കൊമ്പനാന ഒരു കിണറ്റിൽ വീഴുകയും പിന്നീട് ഒരു അരമണിക്കൂറോളം ഈ വെള്ളത്തിൽ കിടന്ന ശേഷം ഇത് അവിടുന്ന് കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ നാട്ടിലുള്ളവർ എല്ലാവരും തന്നെ ഭീതിയിലാണ്. കാരണം ഈ പകൽ സമയത്ത് പോലും ഈ കാട്ടാനകൾ കൂട്ടമായി കൃഷിയിടത്തിലേക്ക് വരുന്നു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പോലും ഉണ്ടായ ഒരു അനുഭവം ഇതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വൈര്യജീവിതം ഇപ്പോൾ സാധ്യമല്ല എന്നൊരു വിഷമമാണ് ഈ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. ലക്ഷ്മി, തീർച്ചയായും ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നത്. കുട്ടിയാന ഉൾപ്പെടെ 5 ആനകൾ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ഈ കൂട്ടത്തിൽ ഈ ആനകളെ ഓടിക്കുന്ന സംഘത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാണാം. ഫെൻസിങ്ങിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നത് മൂലം ഫെൻസിങ് എല്ലാം അഴിച്ച് മാറ്റിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആനകൾക്കും വന്യമൃഗങ്ങൾക്കുമെല്ലാം സുഗമമായിട്ട് ഈ പ്രദേശങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു സാഹചര്യം എളുപ്പമാണ്. അപ്പോൾ ഇത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എടുത്തു തന്നില്ലെങ്കിൽ ഈ മേഖലകളിൽ കൃഷിക്കാരുടെ കൃഷി നശിപ്പിക്കുക മാത്രമല്ല ജീവനും അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്.